എന്തെല്ലാം പാട് റാത്തല്ലേ ഇത് പറ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലേ ആ ഒരു ഫീല് വൈബൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ കൂടണം. എന്തായാലും ഫ്രണ്ട്സ് വീട്ടുകാർ നാട്ടുകാർ ഇവരൊക്കെ കൂടെ പെരുന്നാൾ കൂടെ എന്ന് പറഞ്ഞാൽ തന്നെ രസം. അത് നമ്മുടെ നാടിന്റെ അത്ര ഫേമസ് വേറെ ഒരു നാടാണ്, അപകടം കൊണ്ട് പേര് കേട്ട നാടാണ്. പക്ഷെ ഇന്ന് ഫുള്ള് മാറിട്ടോ, നാലുവരിപ്പാതൊക്കെ വന്ന് ആകെ സെറ്റായി. ജഗതി വരെ ആക്സിഡന്റ് ആയ സ്ഥലമാണ്. അങ്ങനെ രാവിലെ 8:30 നിസ്കാരം ആയതുകൊണ്ട് 7:45 തന്നെ പള്ളിക്കൊക്കെ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ചൊക്കെ അവിടെ ഇവിടെ ചുറ്റിപ്പറ്റി നിന്ന് പള്ളി കയറിയപ്പോൾ ഉസ്താദ് എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ SKSF സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞ ഉണ്ട്. അപ്പൊ അത് പള്ളിയിൽ മുഴുവൻ ആൾക്കാരെ എഴുന്നേൽപ്പിച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ പ്രതിജ്ഞയൊക്കെ ചൊല്ലി കൊടുത്ത് അതൊരു വേറൊരു ഫീൽ ആയിട്ടോ. ഇന്നത്തെ പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും വലിയൊരു മെമ്മറബിൾ ആയിട്ട് ഒരു മൊമെന്റ് ആയി മാറി. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ നാട്ടിലെ SKSF പ്രവർത്തകരെ വക കിട്ടില്ല മധുര വിതരണം. എന്താണെന്ന് വെച്ചാൽ സൂപ്പർ അടപ്രഥമ പായസം. ഇത് എല്ലാ വർഷവും ഉണ്ട്, പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് മറ്റൊക്കെ കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടുത്തെ നമ്മൾ ഈ SKSFന്റെ പായസം കുടിക്കാൻ അതൊരു ഫീൽ തന്നെ. 1-2 ഗ്ലാസ് ഒന്നല്ല ഓരോരുത്തർ ചാമ്പ്, അത്രയും ടേസ്റ്റാണ്. പുതിയ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ഒന്നും കൂടി കൂടുതൽ ഉണ്ടാക്കാൻ പറയും. അങ്ങനെ അവിടെ പായസം കൊടുക്കും മറ്റു പരിപാടി കേട്ട് കുറെ സമയമായി. അതാണെന്നുണ്ടെങ്കിൽ പോലും ചൂടില്ലേ, ഭയങ്കര ചൂട്. ഇത് ഷർട്ടൊക്കെ നനഞ്ഞ ഒരു കഥ അയക്കണം. നമ്മൾ ഈ ഷർട്ട് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കുന്നത് വെള്ളം കൊണ്ട് നനച്ചാൽ ഒരിക്കലല്ലോ എന്റെ വയറപ്പാണ്. പക്ഷേ എല്ലാ പെരുന്നാൾ നാട്ടിൽ ഒരു ഡബിൾ ടീമാണ്, 4-5 ആൾക്കാർ കൊണ്ട് ഒരു ടീമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, കിട്ടുന്ന വണ്ടിക്കാണല്ലോ പെരുന്നാൾക്ക് നാട്ടിൽ വരുന്നത്. പൈസ നോക്കിയിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ വർഷത്തെ എന്റെ പെരുന്നാളൊക്കെ ആ കടപ്പടൽ മൂജിയാണ്. കാരണം ഞാൻ ഖത്തറിലേനും നമ്മളെ നാട്ടിൽ ആ ഫീലൊന്നും കിട്ടില്ല. മക്കൾ ഇവിടെ പോയാലും ലാസ്റ്റ് ആയിട്ട് എല്ലാ പെരുന്നാളും ഞങ്ങൾ ചെയ്യുന്ന പോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അവരുടെ കബറിങ്ങളൊക്കെ പോയിട്ട് ഞങ്ങൾ ദുആ ചെയ്യും. ആരെ പറഞ്ഞത് ഇതിന് വേണ്ടി പ്രവർത്തിച്ചാലും ഒന്നും കിട്ടില്ല എന്ന്. എടാ മോനെ ആകെ ഇതേ ഉണ്ടാകുന്നു മരിച്ചു ചെന്ന എന്തായാലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വല്യപ്പാന്റെ കബറങ്ങളെ ഞാൻ അനിയനും ജ്യേഷ്ഠനും എല്ലാവരും കൂടി വല്യപ്പാന്റെ കബറങ്ങളൊക്കെ പോയി ദുആ ചെയ്ത് അങ്ങനെ ഇപ്പോൾ വീട്ടിൽ പോകണം. ഇനി എന്നാ വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം, ഒറ്റ കിടത്തും, അങ്ങോട്ട് ഉറങ്ങനെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കുറച്ച് വൈബ് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ജംഷിയാക്ക് കുറച്ച് പടക്കങ്ങൾ വാങ്ങിയിട്ട് മൊത്തം കുട്ടികളും ജേക പോക വൈബ് പരിപാടി. അപ്പൊ അതൊക്കെ അങ്ങോട്ടാണ് കഴിഞ്ഞ് ആയപ്പോൾ ഒരു സമയം അയക്കണം. അപ്പൊ അങ്ങോട്ട് ഉറപ്പൊന്നും റെഡി ആയിട്ടില്ല. ഇനി പോയിട്ട് ഒറ്റ കിടത്തും. ഇതാണ് എന്റെ ഒരു പെരുന്നാൾ ദിവസം ഇങ്ങനെ കഴിഞ്ഞത്. ഓരോരുത്തർ ഓരോ വ്യത്യസ്ത സംഭവങ്ങളായിരിക്കും, വ്യത്യസ്ത രീതിയിലായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും വെറൈറ്റികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി ഈദ് മുബാറക്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.